ഈ ഒരു വിഷയമാണ്. പരിസ്ഥിതി പറയുമ്പോൾ വികസനം പറയാതിരിക്കാൻ പറ്റില്ല. വികസനം പറയുമ്പോൾ പരിസ്ഥിതി പറയുന്നത് പരിസ്ഥിതിക്കാർ മുഴുവൻ വികസന വിരോധികളാണ് എന്ന ആണ് പൊതുവെ ധാരണ. അതുകൊണ്ട് തന്നെ നമ്മളെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ആരും ചെയ്യാറില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് ബ്രാഹ്മണന്മാരല്ല. പരിസ്ഥിതി ശരിക്ക് വികസിച്ചെന്നെ വന്നുകൊണ്ടിരുന്നു കാലങ്ങളായിട്ട്. ഞാൻ കുറച്ച് വർഷം മുമ്പ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമാണം വായിക്കും. 1886 ഭാഗപത്രം വായിച്ചു. അതില് വയലുകളെ കുറിച്ച് പറഞ്ഞത് കൊത്തിയുണ്ടാക്കിയ പാടം 1886 ഭാഗം. അപ്പൊ കൊത്തിയുണ്ടാക്കിയ പാടം ഇന്ന് കാണുന്ന പല നെൽവയലുകളും കൊത്തിയുണ്ടാക്കിയ പാടങ്ങളാണ്. അത് നിലവിലുള്ള പ്രകൃതിയെ കൊത്തിയുണ്ടാക്കിയതാണ്. പ്രകൃതിയായിട്ട് അങ്ങനെ ഒന്നല്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതൊരു വികസനമാണ്. അപ്പൊ വികസനം എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് നമ്മള് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതിയെ ദ്രോഹിച്ച ചൂഷണം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അതായത് പ്രകൃതിയെ പിന്നെ ഇപ്പൊ നമ്മള് എല്ലാവരും ഒരു സേഫ് സോണിലാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു കെട്ടിടത്തിന് താഴെ ഇതിന് മരങ്ങൾ വേണം, കല്ലുകൾ വേണം. കല്ല് വേണമെങ്കിൽ പാറ വേണം, മല വറക്കണം. അപ്പോ വികസനം എന്നതിനുള്ളൊരു കാഴ്ചപ്പാട് തന്നെ നമ്മൾ ഇപ്പൊ നിലവിലുള്ള ഭ്രാന്തമായിട്ടുള്ള വികസനം അതാണ് നമ്മൾ ശരിക്കും എതിർക്കപ്പെടേണ്ടതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. അതായത് വികസന തീവ്രവാദം എന്ന് വേണമെങ്കിൽ പറയാം. റോഡില്ലാതെ നമുക്ക് ജീവിക്കാം, പാലമില്ലാതെ ജീവിക്കാം, വീടില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മള് 15 ലക്ഷം വീടുകളുടെ അപേക്ഷ 2023-24 വർഷത്തെ സർക്കാരിന്റെ മുമ്പിൽ ലൈഫ് മിഷന്റെ അപേക്ഷ എന്നുള്ള നിലയിൽ 15 ലക്ഷം അപേക്ഷ കൊടുത്ത് പാവങ്ങൾ വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കല്ലെടുക്കാൻ പാടില്ല, മണ്ണെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ബദൽ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നമ്മൾ ഈ സംഗതിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വോട്ട് തരുന്നത് പോലും തരില്ല. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. ശരിക്കും നമ്മൾ ബദൽ കൊടുക്കണം. നോ എന്ന് പറയുമ്പോൾ പകരം എന്ത് അത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. 2018-19 വലിയ ദുരന്തമുണ്ടായി. പ്രകൃതി ദുരന്തം. പ്രകൃതി വല്ലാതെ ശോഭിച്ച്. കാരണം കവളപ്പാറിന്റെ ചുറ്റും തന്നെ 22 കോടിയുണ്ട് പാറമടകളുടെ. അന്ന് അവിടെ പാറമടക്കെതിരെ സമരം ചെയ്ത എൻ്റെ സുഹൃത്ത് ബഷീറിനെ ടിപ്പറടിച്ച് കൊല്ലാൻ നോക്കിയ ആളൊന്നും മണ്ണിനടിയില്ല. അവൻ ഗൾഫിലെ സേഫ് സോണില്ല. അവൻ ഗൾഫിക്ക് പോയി. അല്ല ഭാര്യയുടെ അമ്മായിയപ്പൻ എന്ത് ചെയ്ത് നീ ഇവിടെ നിന്ന് ടിപ്പറുകാർ കൊല്ലുന്നു പറഞ്ഞിട്ട് നേരെ വീടാണ്. രാത്രി 12 മണിക്കാണ് എനിക്ക് മെസ്സേജ് ഇട്ടാണ് വാട്സപ്പ്. ഞാൻ കരയണോ ചിരിക്കണോ എന്ന് ചോദിച്ചിട്ട്. കാരണം അവനെ എതിർത്ത ആളുകൾ മുഴുവൻ പോയി. അവന്റെ വീട് മാത്രം ബാക്കി. കാരണം അവന്റെ വീടിന് ചുറ്റുഭാഗം മരങ്ങളുണ്ടായിരുന്നു, വലിയ മാവുകളും ഈട്ടി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കാളപ്പാറയുടെ ചിത്രം നോക്കിയാൽ കാണാം ഒരു പച്ചപ്പ്. അതിനകത്ത് അവന്റെ വീട്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് പോയി. അപ്പൊ ഇതൊരു വികസനത്തിന് വേണ്ടി എടുത്ത് തന്നെയാണ് ഈ കാട്, ഈ പാറ എന്ന് പറയുന്നത്. അപ്പൊ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പ്രശ്നം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അവര് പറയും നമുക്ക് വീട് വേണ്ടേ. അപ്പൊ ബദൽ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ 2018-19 വർഷത്തിലെ നിയമസഭാ പരിസ്ഥിതി സമിതി ഉണ്ട്. നിയമസഭയുടെ അറിയാലോ. ആ സമിതി കേരളം അങ്ങോളം ഇങ്ങോളം പഠനം നടത്തിയ റിപ്പോർട്ട് പുറത്തിറങ്ങി. പക്ഷെ സർക്കാരുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് നമ്മൾ എടുത്തു പറയാൻ കാരണം അത് കൃത്യമായി പറയുന്നുണ്ട്. നിലവിലുള്ള ഗണനങ്ങൾ ഇതുപോലെ തുടരുകയാണെങ്കിൽ കേരളത്തിൽ മലയാളമൊന്നും ഉണ്ടാവില്ല. കേരളം അറബിക്കടലിലേക്ക് പതിക്കുന്നു. നമ്മളെ പരിസ്ഥിതി പ്രവർത്തകരല്ല പറയുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ച MLA-മാരടങ്ങുന്ന നിയമസഭാ പരിസ്ഥിതി സമിതിയെ പറയാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. അപ്പൊ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലകൾ പോലുള്ള ജില്ലകളിൽ വെള്ളം മൂടാതിരിക്കാൻ, വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് പൊങ്ങുന്ന വീടുകൾ കല്ലോ മരങ്ങൾ ഉപയോഗിച്ചിട്ടല്ല, ജപ്പാൻ മാതൃകയിൽ അതിൽ പറയുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ കല്ലും പ്രകൃതി വിഭവങ്ങളെ കുറച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഒരു ചർച്ച സമൂഹത്തിൽ എന്ത് വേണം നമ്മൾ ഇടേണ്ടതുണ്ട്. യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടുള്ള വികസനമാണ്. മനുഷ്യനെ കൊല്ലണ ഏതാനും കുറെ മുതലാളിമാർ നേരത്തെ പ്രതി കോർപ്പറേറ്റുകളൊക്കെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ വികസനം തീരുമാനിക്കുന്നത് എന്ത് വേണം, എന്ത് വികസനം വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, കോർപ്പറേറ്റുകളാണ്. ഇപ്പൊ ഈ VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിന് മുമ്പ് 5 വർഷം മുന്നുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇവിടുത്തെ കോർപ്പറേറ്റുകൾ എന്തൊക്കെ എവിടെയൊക്കെ പാലങ്ങൾ വേണം, എവിടെയൊക്കെ റോഡുകൾ വേണം, അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഇപ്പൊ മലയോര ഹൈവേ
വന്നു നിലമ്പൂർ വഴി. മലയോര ഹൈവേ വരുന്നതിന്റെ 10 വർഷം മുമ്പ് ആ ഏരിയ മുഴുവൻ പെരിന്തൽമണ്ണയിലുള്ള വൻകിടക്കാർ അവിടെ ഭൂമി വാങ്ങിയിട്ട് ചെറിയ വിലയ്ക്ക് 300 രൂപ 400 രൂപ സെന്റിന്. കാരണം ആരും എടുക്കാത്ത ഭൂമിയാണ്, അവർക്കറിയാം നമ്മുടെ റോഡ് വരുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മാഫിയ എന്ന് പറയുന്നത്. അവര് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മള് അവിടെ ഏറ്റവും ബാക്കിലാണ്. ശരിക്കും നമ്മളാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത 50 വർഷം എന്തായിരിക്കണം ഇവിടെ, ഏത് രീതിയിലായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യേണ്ടത് നമ്മളാണ്. ഒരുപാട് മാനിഫെസ്റ്റോ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പരിസ്ഥിതി സംഘടനകൾ വികസനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി മാനിഫെസ്റ്റോ ഇറക്കിയിട്ട് ഓരോ സർക്കാരുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വെളിച്ചം കാണുന്നില്ല. അപ്പൊ ഇത് വെളിച്ചം കാണുന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ വളർന്നു കിടക്കുകയാണ്. അതല്ലാതെ നമ്മള് മരം വെട്ടാൻ പാടില്ല, പക്ഷെ എവിടെ വെട്ടാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. എവിടെ മലയെടുക്കാൻ പാടില്ല നമ്മൾ തീരുമാനിക്കണം. അതിനാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഒക്കെ നിലവിലുള്ളത്. പക്ഷെ വിവരാവകാശ പ്രവർത്തനം എന്നുള്ള നിലയിൽ 17 പഞ്ചായത്തുകളിൽ വിവരാവകാശം കൊടുത്തപ്പോൾ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്തിനാന്ന് പോലും അവർക്കറിയില്ല. ആർക്കറിയില്ല? പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. ആ കമ്മിറ്റി നിലവിലുണ്ട്, അതിനൊരു ഫണ്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തെളിവ് സഹിതം പറയുന്നത്. അതൊരു പേരിനെയും കമ്മിറ്റിയിലെങ്കിലും കമ്മിറ്റി ആ പഞ്ചായത്ത് അസാധു വന്നാം. 3 മാസത്തിലൊരിക്കൽ മീറ്റിംഗ് കൊടുക്കും. ജൈവവൈവിധ്യ ബോർഡിന്റെ കൃത്യമായിട്ട് പ്രവർത്തനം ഉണ്ടെങ്കിൽ പരിസ്ഥിതി സംരക്ഷിക്കണം, അത് മാത്രം മതി. പിന്നെ അതുപോലെ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കാക്കകളും പൂച്ചകളും ആനകളൊക്കെ പരിസ്ഥിതി സംരക്ഷിക്കണ്ടേ, കാടുണ്ടാക്കണ്ടേ? കാട്ടിലെ എഞ്ചിനീയറാണ് പറഞ്ഞു, അറിയാലോ. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കോളും. ഒരു മരം നമ്മൾ വെട്ടാതിരുന്നതിന്റെ ചുവട്ട് വേറെ കുറേ ആനകൾ വരും. മിറ്റടിക്കാതിരുന്നുണ്ടോ 4 ദിവസം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയാം മിറ്റത്ത് എന്തൊക്കെ വരുന്നത്. അപ്പൊ ഇതുപോലെ പരിസ്ഥിതി സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനം നശിപ്പിക്കാതിരുന്നാൽ മതി. നശിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട് മാത്രമേ. അപ്പൊ അത് ആർത്തി പണ്ടാരങ്ങളായിട്ട് നമ്മൾ മാറുമ്പോഴാണ്, നമ്മളെ മക്കൾ മാറുമ്പോഴാണ് ആവശ്യങ്ങൾ കൂടുമ്പോൾ സമയത്ത് ഇതൊക്കെ വേണ്ടി വരും. ഇപ്പൊ എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് വരുന്നുണ്ട്. 4700 സ്ക്വയർ ഫീറ്റുള്ള 12 വീട്. എന്തിനാണ് മങ്കട? നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് വീടുകൾ നടിച്ചു കൊടുത്തുന്നവർ മങ്കടയിൽ 3 വീട് കാണാം. മലപ്പുറം ജില്ല 27,000 സ്ക്വയർ ഫീറ്റാ ഒരു വീട്, അങ്ങനെ 3 വീട്. എന്തിനാണ്? 10 അടി ആയിട്ടുള്ള മതില, ചുറ്റുമതില്, ഒരു 1.5 ഏക്കർ സ്ഥലത്ത് 10 അടി ആയിട്ടുള്ള മതില്. എന്തിനാണ്? അപ്പൊ ഇങ്ങനത്തെ പഞ്ചായത്ത് തലങ്ങളിൽ വീട് നിർമ്മാണത്തിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വരും. ഇപ്പൊ ഞാന് തമിഴ്നാട്ടില് ഇവിടെ സേലത്ത് പോയി. സേലത്ത് എന്റെ പങ്ങളോട് കാർഷിക മേഖല, അവിടെ 2 നിലയുള്ള വീട് ഉണ്ടാക്കാൻ പാടില്ല. അനുവാദം പഞ്ചായത്ത് കൊടുക്കൂല, നിയമപരമായിട്ട് തടഞ്ഞു. അപ്പൊ ഇങ്ങനെ ചില സോണുകളിൽ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ എത്ര വേണമെങ്കിലും ഇവിടെ എത്ര വലിയ വീട് പണമുണ്ടോ അതിനനുസരിച്ച് വീട് വയ്ക്കാം, അതിനനുസരിച്ച് പിന്നെ മതിൽ കുത്താം. ഈ രീതി സിസ്റ്റം നമ്മൾ മാറ്റേണ്ടതുണ്ട്. ആ സിസ്റ്റം മാറ്റണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പൊളിറ്റിക്കലായിട്ട് കുറച്ചും കൂടി ശക്തമായിട്ട് നമ്മൾ ജനങ്ങൾക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയണം. അങ്ങനെ ചെല്ലാൻ കഴിയണമെങ്കിൽ ജനങ്ങളോട് നമ്മൾ പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ പറയുന്ന ജനങ്ങൾ കേൾക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കും കൂടി അത് പരിഹാരം ഉണ്ടാവണം. അതിന് പറ്റിയിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഒരു എന്താ പറയുക, ഒരു ടീമായിട്ട് വർക്കിലൂടെ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് ഞാൻ പറഞ്ഞ നേരത്തെ രാമുഖായി സൂചിപ്പിച്ചു 15 ലക്ഷം വീടുകൾ 2023-24 വർഷത്തെ സർക്കാരിന്റെ മുമ്പിലുള്ള ഫയലിലുള്ള ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2013-14 ഈ 14, 15, 15, 16 വേറെ കിടക്കുന്നുണ്ടാവും. അപ്പൊ എത്ര ലക്ഷം വീടുകൾ? ഈ വീടുകൾക്കൊക്കെ കല്ലെവിടണം ഈ അനക്കണം. അപ്പൊ ആ വീടുകൾ കംപ്ലീറ്റ് എന്ത് ചെയ്യണം? കല്ലും മണലും ഉപയോഗിക്കാത്ത വീടുകളുണ്ട്. നമ്മുടെ കാടമുറിയിൽ, കോട്ടയം കാടമുറി ബാബുജി ഉണ്ടാക്കിയൊരു വീടുണ്ട്. ഒരു കല്ലുപോലേക്കില്ല. 6000-7000 സ്ക്വയർ ഫീറ്റാണ് ആ ബിൽഡിങ്. അതായത് ഒരു മസാജ് സെന്റർ, മസാജല്ല, ഒരു ആയുർവേദ സെന്റർ മൊത്തം. അപ്പൊ ഇതേപോലെയുള്ള ഈ ബിരി പറഞ്ഞതുപോലെ അത് സിമെന്റും ഈ തെർമോക്കോളൊക്കെ പാടെ ചേർന്നിട്ടുള്ളൊരു സാധനം. പക്ഷെ എങ്കിൽ പോലും മല പോകില്ലല്ലോ. ഏതെങ്കിലും ഒന്ന് അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് ഒരു ബദൽ സംവിധാനങ്ങൾ ഇല്ലാതെ ആ രീതിയിലുള്ളൊരു വികസന കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ പാഴ്വാക്കാവുന്ന കാര്യം 100% ഉറപ്പാണ്. വികസനം എവിടെ? പണ്ട് കാലത്തെ വികസനം എന്ന് പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട. ഇപ്പൊ വികസനം എന്ന് പറയുന്നത് റോഡും ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ മാറ്റം, ആ ചേഞ്ച് വന്നു. ഇപ്പൊ നമ്മള് പിന്നെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ ബസ്സിൽ യാത്ര ചെയ്താൽ കാണാം വയലാള മുഴുവൻ ഒഴിഞ്ഞു കിടക്കണം. ആർക്കും കൃഷി ചെയ്യണ്ട, ഒഴിഞ്ഞു കിടക്കണം. തൃശ്ശൂരൊക്കെ ജില്ലയിലൊക്കെ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്കറിയാം, തൃശ്ശൂരൊക്കെ ഒഴിഞ്ഞു കിടക്ക വയലുകൾ. അപ്പോൾ ഈ കൃഷി വികസനം എന്ന് പറയുന്നത് ആ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണം. വെറും ബിൽഡിംഗ് മാത്രമല്ല,
വികസനം എന്ന് പറയുന്നത്. നമുക്ക് അന്നത്തിനുള്ള സംഗതികൾ കൂടി ഉണ്ടാക്കുന്ന രീതികൾ ചുരുക്കി പറഞ്ഞാൽ വികസനം എന്ന കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. വികാസ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകർ നിയന്ത്രിക്കണം. പരിസ്ഥിതി പ്രവർത്തകർ ആ രീതിയിൽ ഒരു കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണഗതി കക്ഷി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന പോലെ ആവും. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളാണ് ആവശ്യം. നമ്മൾ ചില ഇതുകൾ എടുത്തിട്ടൊന്നും മാത്രം ചർച്ചകൾ കൊണ്ട് മാത്രമേ ഇത് നടക്കുള്ളൂ. ഈ വികസനം പരിസ്ഥിതി രണ്ടും തമ്മിൽ പൂരകങ്ങളാണ്, വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റില്ല. പരിസ്ഥിതി പ്രവർത്തകർ മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു മരം ഞങ്ങളാണ് ഒരു പിന്നെ കടയുടെ മുകളിലേക്ക് മരം ചാഞ്ഞു. അപ്പം പരാതി കൊടുത്ത് പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകർ ഒട്ടിക്കാൻ വെട്ടാൻ സമ്മതിക്കില്ല എന്നാണ് പഞ്ചായത്തിന്. അപ്പം അങ്ങനത്തെ പരിസ്ഥിതി പ്രവർത്തകരാണ്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം അത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. അത് മരണം മരം മുറിച്ച് കളഞ്ഞിരിക്കും, അത് നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. അപ്പൊ ആ ഇതും കൂടി കണക്കിലെടുത്ത് ഒരു സന്തുലിതമായിട്ടൊരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. എങ്കിലേ ജനങ്ങൾ ഏറ്റെടുക്കുകയുള്ളൂ, എങ്കിലും നമ്മൾ ഈ പരിപാടികളൊക്കെ വിജയിക്കുകയുള്ളൂ എന്ന് മാത്രം പറയാം. കൂടുതൽ ചർച്ചകളാണ് വേണ്ടത്. അതിലേക്ക്